ഈ ലോകത്തിൽ 3 കൂട്ടരാ ഉള്ളത്. ഒന്ന് യഹൂദൻ, പറഞ്ഞേ. 1 കൊരിന്ത്യർ 10:1-32 വായിക്കുമ്പോൾ 1 യഹൂദൻ പറ, 2 വിജാതിയർ, 3 ദൈവസഭ. ഈ 3 കൂട്ടരേ ഉള്ളൂ. വിജാതിയർ, ജാതികൾ എന്ന് പറഞ്ഞാൽ ജനിച്ച അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നവർ, ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർ, ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമുള്ളത് ചെയ്യുന്നവർ. അടിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? അടിക്കും. മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യുന്നത് ജാതികൾ. പറഞ്ഞേ, ആരാണ് ജാതികൾ? യഹൂദൻ ആരാന്നറിയും? ഇങ്ങനെ ജാതി ആയിരുന്നവരുടെ മധ്യത്തിൽ അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് മോശയുടെ കാലത്ത് അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തു. ആ പ്രമാണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ യഹൂദന്മാർ. അവരുടെ അകത്തും ഈ വേണ്ടാത്തതെല്ലാം ഉണ്ട്. പക്ഷേ കൊല ചെയ്താൽ, വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലും. നിയമത്തെ പേടിച്ചെന്ത് ചെയ്യുക? കൈകളെയല്ല ഏതുകൊണ്ട് കെട്ടിയിരിക്കുക? നിയമം കൊണ്ടും ശിക്ഷയുടെ ഭയം കൊണ്ടും കെട്ടിയിരിക്കുക. ഇതാണ് ആര്? യഹൂദൻ. 3ാമത്തെ ദൈവസഭ. അതാരാന്നറിയ? ഈ ജാതികളിൽ നിന്നും ഈ യഹൂദന്മാരിൽ നിന്നും ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തിട്ട് ഒരു രക്ഷയില്ല. ഈ പ്രമാണം വന്നിട്ടും എൻ്റെ അകത്തെ പാപം മാറുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ ആ പൗലൂസിനെ പോലെ കുറെ യഹൂദന്മാരും കുറെ ജാതികളും ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾ പാപത്തിനടിയില്ല, ഒരു രക്ഷകൻ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വന്ന കൂട്ടമാണ് സഭ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യഹൂദന്മാരിൽ നിന്നും വിജാതിയരിൽ നിന്നും യേശുവിൽ വിശ്വസിച്ച കൂട്ടമാണ് ആര്? സഭ. നീതിക്കായി കർത്താവിൽ ആശ്രയിച്ചവർ. ആ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്റെ ആത്മാവിനെ കൊടുക്കും. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്നിലൂടെ ആത്മാവ് ചെയ്യും. ക്ഷമിക്കാൻ കഴിയാഞ്ഞ നീ ക്ഷമിക്കാൻ തുടങ്ങും. സഹിക്കാൻ കഴിയാഞ്ഞ നീ സഹിക്കാൻ തുടങ്ങും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. യേശു ക്രിസ്തു സ്വഭാവവൽക്കരണമല്ല പഠിപ്പിച്ചത്, ഹൃദയരൂപാന്തരമാ. യേശു ക്രിസ്തു കുറച്ചുകൂടെ നന്നായി നടക്കുന്നത് എങ്ങനെയാന്ന് പറയാൻ സാരോപദേശം പറയാൻ വന്നതല്ല. പഴയ കല്ലായ ഹൃദയം എടുത്തുമാറ്റി സ്നേഹിക്കുന്ന ഒരു പുതിയ ഹൃദയം, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനാ എന്റെ കർത്താവ് നടത്തുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതാ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. കല്ലായ ഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം തന്ന് ഒരു തെറ്റ് പറ്റുമ്പോൾ ദുഃഖിക്കുന്ന, മറ്റൊരുത്തന്റെ വേദനയിൽ സഹതാപം തോന്നുന്ന, അലിയുന്ന ഒരു ഹൃദയം, അലിയുന്ന ഒരു കരള് നമുക്ക് നൽകിയതോർത്ത് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ ഹല്ലേലൂയായും പറയുന്നുണ്ട്, സഭയ്ക്കകത്തും വന്ന് വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കുറെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരാള് യഥാർത്ഥ ദൈവരാജ്യത്തിലാകും. ദൈവരാജ്യത്തിലാകുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ കല്ലിപ്പ് മാറി കഠിന ഹൃദയം മാറ്റാനാ കർത്താവായ യേശു വന്നത്. നിയമം തരാനല്ല, പിന്നെ കഠിന ഹൃദയം മാറ്റാനാ യേശു കാൽവറിയിൽ മരിച്ചത്. എനിക്ക് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ഹാർട്ട് സമ്പാദിക്കാനാ എൻ്റെ കർത്താവ് കാൽവറിയോളം നടന്നുപോയത്. പാപത്തെക്കുറിച്ച് അനുദപിക്കുന്ന, തെറ്റുകൾ വരുമ്പോൾ ഞാൻ തെറ്റിപ്പോയെന്ന് സമ്മതിക്കുന്ന ഒരു ഹൃദയം, വേറൊരാളുടെ തെറ്റിൽ അവനെ കുറ്റം വിധിച്ച് തള്ളാതെ ഞാനും ദൈവകൃപയിലാണല്ലോ നിൽക്കുന്നതെന്നറിഞ്ഞ് എൻ്റെ സഹോദരൻ്റെ തെറ്റുകളെ ഓർക്കാതെ അവനെ മറയ്ക്കുന്ന ഒരു നല്ല ഹൃദയം എനിക്ക് തരാനാ എൻ്റെ കർത്താവ് കാൽവറിയോളം പോയത്. നിങ്ങൾക്ക് സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരാം. എൻ്റെ യേശു എൻ്റെ നിങ്ങളുടെയും പാപം മറച്ചതുപോലെ ഞാനും നിങ്ങളും എൻ്റെ സഭയിൽ അന്യോന്യം പാപം മറയ്ക്കുകയും രഹസ്യത്തിൽ ബാലശിക്ഷ കൊടുത്ത് അവനെ നന്നാക്കുകയും ചെയ്തെങ്കിൽ ഈ സഭയിൽ സ്വർഗമുണ്ടായിരിക്കും. യേശു ഉള്ളടം സ്വർഗം, യേശു ഉള്ളടം സ്വർഗം, യേശു ഉള്ളടം സ്വർഗം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അതെങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ച്? അടുത്ത വാക്യത്തിൽ പറയാം, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്ന എഫേസ്യർ 5:25 മുതൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എങ്ങനെ സ്നേഹിക്കണം? ഹലോ, ക്രിസ്തു സഭയെ. സഭയെന്ന് പറഞ്ഞ ആരാ? വിശുദ്ധന്മാരുടെ കൂട്ടാണോ പാപികളുടെ കൂട്ടാണോ? വിളിച്ചു പറഞ്ഞാട്ടെ. വിശുദ്ധന്മാരുടെ കൂട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പാപികളുടെ കൂട്ടമാ യേശു തന്റെ രക്തത്താൽ കഴുകിയത് കൊണ്ട് വിശുദ്ധനെന്ന് പറയുന്നവരാ. ഹല്ലേലൂയ. കുറഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണേ. സ്വയം വിശുദ്ധിയൊന്നും ഇല്ലല്ലോ ആർക്കും. അവൻ വിശുദ്ധിയായിട്ട് കണക്കിട്ടത് കൊണ്ടാണ് എനിക്ക് വിശുദ്ധനായെന്ന് പറയുന്നവരെന്ന് കറി കൊണ്ട് കൊടുത്ത് കാണിച്ച്. എനിക്ക് അർഹതയില്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? ദൈവം എന്നെ വിശുദ്ധനായിട്ട് എണ്ണി. കർത്താവ് അകൃത്യം കണക്കിട്ടില്ല, അതുകൊണ്ടാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കണക്കിടാനായിരുന്നെങ്കിൽ അക്കൗണ്ട് മുഴുവൻ ഫുള്ളായിരുന്നേനെ. എന്നാൽ ദൈവത്തിന്റെ പൈതല് അവന്റെ പൊറുമയിൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം നമ്മൾ മിടുക്കന്മാരായി നിൽക്കുന്ന. എന്താ അപ്പോസ്തലൻ പറഞ്ഞ? അവന്റെ പൊറുമയിൽ. എല്ലാവരും പറ, അവന്റെ പൊറുമയിൽ അവനെ ക്ഷമിക്കലിൽ